ചോദ്യപേപ്പർ ചോർച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ചയുണ്ടാകില്ല. പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയാണ് നടക്കുന്നതെന്നും യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസുകൾ എടുക്കുന്ന സർക്കാർ അധ്യാപകരുടെ വിവരം ശേഖരിക്കും. ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനാണ് ചോദ്യപേപ്പർ ചോർച്ചയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നടന്നങ്ങ് പോവാറുണ്ടല്ലോ. SSLC പരീക്ഷയുടെ അത്രയും മുൻകരുതൽ നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരാണ്, വിതരണം ചെയ്യുന്നത് സ്കൂളിലെ HM-മാരും ടീച്ചർമാരുമാണ്. അവരറിയാതെ ഈ ചോദ്യപേപ്പർ ഒരു കാരണവശാലും പുറത്തു പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ളൊരു വെല്ലുവിളിയാണ്. സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ യൂട്യൂബ് ചാനലിലാണ് പരീക്ഷയുടെ തലേന്ന് ചോദ്യങ്ങളുടെ മാതൃക പുറത്തുവന്നത്. വ്യാഴാഴ്ചയായിരുന്നു +1 കണക്ക് പരീക്ഷ. പരീക്ഷയ്ക്ക് വന്ന 23 മാർക്കിന്റെ ചോദ്യങ്ങൾ ബുധനാഴ്ച രാത്രി തന്നെ സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവന്നു. ചോദ്യത്തിന്റെ ക്രമം പോലും തെറ്റാതെ ചർച്ച ചെയ്യുന്ന വീഡിയോ 1,00,000-ലധികം പേർ കണ്ടതെന്ന് അധ്യാപകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം സംസ്ഥാനത്തിന് പുറത്താണ് വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ അച്ചടിക്കുന്നതെന്ന് മന്ത്രി പറയുമ്പോഴും ഓണപരീക്ഷ നടന്ന സമയത്തും ക്രമക്കേട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലവിലെ സംഭവത്തെ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. അതിനാൽ വകുപ്പ് തല അന്വേഷണത്തിന് പുറത്തേക്ക് പോലീസിൽ പരാതി നൽകുന്നതോടെ ക്രിമിനൽ സ്വഭാവത്തിലുള്ള അന്വേഷണവും കുറ്റക്കാർക്കെതിരെ നടക്കാനാണ് സാധ്യത. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.